ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ അതായത് 4, 5, 6 ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽഡായിട്ട് കടക്കാം. 2 ദിവസം മഴയാണെങ്കിൽ 3-ാമത്തെ ദിവസം വെയിലായിരിക്കും, പിന്നെ 2 ദിവസം വെയിലാണെങ്കിൽ പിന്നെ 3-ാമത്തെ ദിവസം മഴ, അങ്ങനെ മാറി മാറി കാലാവസ്ഥ വരുവാണ്. ഈ തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഒരുപാട് ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് 1-2 വിട്ട ദിവസങ്ങളിൽ മാത്രമേ മുടി കഴുകാറുള്ളൂ. കഴുകുന്ന ദിവസം എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പാക്ക് മുടിക്ക് വളരാനും അല്ലെങ്കിൽ എന്തെങ്കിലും താരനോ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള പാക്കുകൾ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഹെയർ കെയർ സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റിലിട്ടേക്കാം. താല്പര്യമുള്ളവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മളുടെ സീരീസിൻ്റെ ഡേ 4 ആണ്. ഡേ 4ൽ നമ്മൾ മുടി കഴുകാത്ത ദിവസമാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചറിയാം, 1-2 ഇട്ട ദിവസങ്ങൾ, അതായത് നമ്മൾ പാക്ക് ചെയ്യുന്ന ദിവസങ്ങൾ 1, 3, 5, 7 ഈ ദിവസങ്ങളായിരിക്കും. ഇരട്ടസംഖ്യകൾ വരുന്ന 2, 4 ആ ദിവസങ്ങളിൽ നമ്മൾ മുടി കഴുകാറില്ല. നമ്മൾ മോർണിംഗ് കെയറും നൈറ്റ് കെയറും ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അതായത് രാവിലെ മുടി ഒന്ന് കെട്ട് കളഞ്ഞിട്ട് ഇച്ചിരി സിറമോ അല്ലെങ്കിൽ ടോണറോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടി വെക്കുക, ചെടിയൊന്നും പിടിക്കാതെ കെട്ടി വെക്കുക. പിന്നെ വൈകിട്ടും അതേപോലെ തന്നെ മുടിയൊന്ന് ചീകി ഒന്ന് മസാജൊക്കെ ചെയ്ത് സിറം തേക്കണേ അങ്ങനെ തേക്കാം, അല്ലെങ്കിൽ ചുമ്മാ മുടി കെട്ടി വെക്കണേ അങ്ങനെ കെട്ടി വെക്കാം. അതാണ് മോർണിംഗ് കെയറും നൈറ്റ് കെയറും. അത് ഈ മുടി കഴുകാത്ത ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഇതാണ് നമ്മളുടെ ഡേ 4ൻ്റെ ഹെയർ കെയർ. ഇനി നമുക്ക് ഡേ 5 നോക്കാം. ഡേ 5ൽ നമ്മൾ ചെറിയൊരു പാക്ക് ചെയ്ത് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. മുടി കഴുകുന്ന ദിവസം പാക്കൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എണ്ണ എപ്പോഴും ഉറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ തേക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് തേക്കാറുള്ളത്. പാക്കൊന്നും തേക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എണ്ണ തേക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ പാക്കിൻ്റെ ഇതനുസരിച്ച് നമ്മുടെ എണ്ണയുടെ അളവ് കൂടിയും കുറഞ്ഞു ഇരിക്കുവേ. നമ്മൾ ഒത്തിരി മുടി ഡ്രൈ ആവുന്ന പാക്ക് തേക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എണ്ണ എടുക്കേണ്ടി വരും. ഒത്തിരിയല്ല, ഇനം തേക്കുന്നതിൽ ഒരു പൊടിക്ക് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പം ഡേ 5ൽ ഞാൻ മിക്കവാറും ഇങ്ങനെ 5-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ കൂടുതലും പ്രോട്ടീൻ പാക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല മഴയായതുകൊണ്ട് അത്യാവശ്യം തണുപ്പല്ലേ, കുറച്ച് നേരമെങ്കിലും മുടിയിൽ വെക്കണമല്ലോ പ്രോട്ടീൻ പാക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രോട്ടീൻ പാക്ക് ചെയ്യുന്നില്ല. പകരം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരുന്ന മുടി, നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത മുടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന് ഇനി കുറച്ച് മഴയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഔഷധ ഗുണമുള്ള ചെറിയൊരു കുഞ്ഞു പാക്ക്, അതായത് ലൈറ്റായിട്ടുള്ള ചെറിയ പാക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഇലകളൊക്കെ എടുത്തിട്ടുണ്ട്. 2-3 കയ്യൂന്നിയുടെ ഇല എടുത്തിട്ടുണ്ട്, തുളസി 5 നുള്ള എടുത്തിട്ടുണ്ട്, 3 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ, ഇലയെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ കൂടെ മഴയായതുകൊണ്ട് പനിയൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ തുളസിയും പനിക്കൂർക്കയും കൂടെ അതിൻ്റെ കൂടെ എടുത്തുവെന്നേ ഉള്ളൂ. ഇപ്പം ഇത്രയും ഇലയില്ലെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. നമുക്ക് കിട്ടുന്ന ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യാം. എല്ലാം ഇല്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത്രയും കിട്ടുന്നത് കൊണ്ട് ഇത്രയും ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പേരയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പിന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പം എനിക്ക് മഴയായതുകൊണ്ട് ഇതൊന്നും പറിക്കാൻ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഇലകളെല്ലാം ഒന്ന് പിച്ചിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടും വേണമെങ്കിലും ഇടാം. അപ്പം ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. ഇന്ന് എല്ലാം ഡയറക്റ്റായിട്ടൊന്ന് കൈകൊണ്ട് ചുമ്മാ ഒന്ന് പിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഇനി ഇത് നമ്മൾ തിളപ്പിക്കാനാണ് പോകുന്നത്. തിളപ്പിക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം പറ്റിച്ച് 1 ഗ്ലാസ്സാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് വെള്ളം ഒന്ന് ചൂടായിട്ട് കാണിച്ചു തരാമേ. അപ്പം വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിക്കണം കേട്ടോ. നമ്മളിനി ഇത് 1 ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം, അതുവരെ തിളപ്പിക്കണം.
ഡെയിലി മുടി കഴുകുന്നവർക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഡെയിലി മുടി കഴുകുന്നവർ 1.5 ദിവസങ്ങളിൽ ഈ വെള്ളം ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തല കുളിക്കുമല്ലോ, തല കുളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഈ വെള്ളം തലയിൽ ഒഴിച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് പിഴിഞ്ഞ് മുടിയിലെല്ലാം ആയി ശേഷം മുടി അങ്ങനെ കെട്ടിവെക്കുക, അങ്ങനെ തോർത്തിയെടുക്കുക, ഉണക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴുകുമ്പോൾ ആ മുടിയിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ആ ഒരു ഇതെല്ലാം നന്നായിട്ട് കഴുകി കളയുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സെയിം ഈ പ്രോസസ്സ് തന്നെ പിന്നെയും ചെയ്യുക. അപ്പോൾ ഡെയിലി മുടി കഴുകുന്നവർക്ക് വേറെ പാക്കൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തവർക്ക് ഇത് വളരെ നല്ലൊരു ടിപ്പായിരിക്കും. ഇത് സിമ്പിളല്ലേ, തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് തന്നെ ഉപയോഗിച്ചാലും നമുക്ക് നല്ലൊരു ഹെയറിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് പാക്കായിട്ട് തന്നെയാണ് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ 1.5 മുടി കഴുകുന്നുള്ളൂ. ഇന്ന് ഞാൻ ഈ വെള്ളം ഉപയോഗിച്ച് തല കഴുകിയാൽ പിന്നെ നാളെ ഞാൻ തല കഴുകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് തല കഴുകാൻ പോകുന്നത്. അപ്പം ഈ ചെയ്ത ഈ വെള്ളം കഴുകി കളയാതെ വേറൊരു പാക്കും കൂടെ നമ്മുടെ തലയിലേക്ക് ഇടുന്നത് നമുക്ക് നമ്മുടെ തലയ്ക്ക് നല്ലതല്ല. കൂടുതൽ ചെളിയൊക്കെ പറ്റാനും അല്ലെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ മണ്ടയിൽ വേറെ ഒരെണ്ണം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റും ഒക്കെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഡെയിലി മുടി കഴുകുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഈ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ പാക്കായിട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഡ്രൈ ആവുന്ന ഒരു ഹെയർ പാക്ക് അല്ല, നല്ല ലൂസായിട്ട് വാട്ടർ ഫോമിലായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഇത് ഒന്ന് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് അതിൻ്റെ ആ സത്തെല്ലാം വെള്ളത്തിലേട്ടാവുന്നത് വരെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഉലുവ വെള്ളം നമ്മൾ തിളപ്പിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു കളറും പിന്നെ ആ ഇലയുടെയൊക്കെ ആ ഒരു സത്ത് ഇറങ്ങി ഒരു ഡാർക്ക് മഞ്ഞ പോലെ ആയിട്ടുണ്ട്. ആ ഒരു കളറിലാണ് നമുക്ക് നമ്മുടെ ഈ വെള്ളം കിട്ടുക. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണി ഉപയോഗിച്ചോ അരിപ്പ ഉപയോഗിച്ചോ അരിച്ചെടുക്കാവുന്നതാണ്. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം ആ ഒരു രീതിയിൽ ഇത് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഈ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു വാട്ടർ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല വാട്ടർ ഫോമിലാണ് പാക്കുള്ളത്. പിന്നെ ഈ പാക്ക് നമ്മൾ മുടി ഒരു എണ്ണയൊക്കെ തേച്ച മുടി സെക്ഷനായിട്ട് എടുത്തിട്ട് കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മുടിയിലേക്കും ഇത് സ്പ്രെഡാക്കുക. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുടി ഇങ്ങനെ പിഴിഞ്ഞാൽ മുടിയുടെ എൻഡ് വരെ അത് വന്നോളും. അപ്പം ഈ ഒരു രീതിയിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത്. ഞാനിത് തിളപ്പിച്ചെടുത്തിട്ട് കറക്റ്റ് ഒരു ഗ്ലാസ് ആയോ എന്ന് നമുക്ക് നോക്കാമേ. ഈ ഗ്ലാസ്സിലോട്ട് തന്നെ നമുക്കത് ഒഴിച്ച് നോക്കാം. കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് തിളപ്പിച്ചാൽ കറക്റ്റ് അതിൻ്റെ നേർ പകുതിയാവും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി മുടി കഴുകുന്നവർക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക. അല്ല ഒരു പാക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഡേ 5 നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്.
ഇനി അടുത്തത് വരുന്നത് ഡേ 6 ആണ്. ഡേ 6-ൽ നമുക്കറിയാം നമ്മൾ പാക്കൊന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ല. മോർണിംഗ് ഹെയറും നൈറ്റ് കെയറും മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി ഒന്ന് ക്ലീൻ ആക്കി പ്രോപ്പറായിട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്ത് നൈറ്റ് കെയറും മോർണിംഗ് കെയറും കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ മുടങ്ങാതെ ഈ നൈറ്റ് കെയറും മോർണിംഗ് കെയറും മുടങ്ങാതെ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും മുടി ക്ലീൻ ആക്കി വെക്കുക. ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുക്കുക. പ്രോപ്പറായിട്ട് ഓയിലും കൂടെ തേച്ച് കൊടുത്താൽ മാത്രം മതി. വേറൊരു പാക്കും ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു 3 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്താൽ തന്നെ നമ്മളുടെ മുടിയിൽ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഇത് മാത്രം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ നോട്ടിഫിക്കേഷനും കൂടെ ഓണാക്കി വെക്കുക. എന്നാലേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും അത് കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.